ഹായ് ഫ്രാൻസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബക്കറ്റ് ചിക്കനാണ്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ബക്കറ്റ് ചിക്കൻ. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇതിപ്പോൾ നെയ്യൊക്കെ ഒന്ന് മാക്സിമം നമുക്ക് ഒഴിവാക്കാം. നല്ല നെയ്യുള്ള ചിക്കനാണത്. നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. മസാല ഒക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൽ ഇനി ഇതിന് പറ്റാനുള്ള മസാല ഉണ്ടാക്കാം. അരക്കാൻ വേണ്ടി ഞാൻ ഇത് ആദ്യം റെഡിയാക്കി വെച്ചാണ്. 5 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ അതേമാതിരി കറിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ഒരു തക്കാളി അത് നമുക്ക് മുറിച്ചുകാണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതി, പിന്നെ കുറച്ച് ചപ്പ് അതും കൂടി ഇട്ടുകൊണ്ട് നമുക്ക് അത് അരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല അതുകൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഒരു ചെറുനാരങ്ങ നമുക്ക് ഈ നന്നായിട്ട് പിഴിയാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കാം. ഇനി മസാല ഒന്നായിട്ട് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലായിടത്തും നേരെ എത്തിയാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ചപ്പ് കുറച്ച് നമുക്ക് ഇതിനുള്ളിൽ വെച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വെക്കാനുള്ള കമ്പിയൊക്കെ റെഡിയായി. നമുക്ക് വാഴൻ്റെ ഇല കിട്ടാത്തതുകൊണ്ട് തൽക്കാലം പൊടിൻ്റെ ഇല വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കെട്ടുമ്പോൾ നമുക്ക് കാലൊന്ന്
കിട്ടി കൊടുക്കുക. മസാല തേച്ചതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് അതൊന്ന് സെറ്റാകാൻ വേണ്ടി എടുത്ത് വെക്കണം. ഇനി കുറച്ച് വിറക് വെച്ച് കൊടുക്കാം. വിറക് ഓവറായി വെക്കണ്ട, കുറച്ച് വെച്ചാൽ മതി. കുറേ ഓവറായി വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഒന്നായിട്ട് കത്തിക്കാണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കരിഞ്ഞു പോയത്. അതുകൊണ്ട് കുറഞ്ഞ വിറക് വെച്ചാൽ മതി. പിന്നെ അതേമാതിരി കുറച്ച് ഓലക്കൊടി വെച്ച് കൊടുക്കുക. ഈ മുടഞ്ഞ ഓല എന്താ വെച്ച് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഒഴിവാക്കിയ ഓലുണ്ട്, അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്താണ്. ഇപ്പോൾ കറക്റ്റ് 15 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓ, അടിപൊളിയായിക്കണു, സൂപ്പറായിക്കണു കേട്ടാ. നമ്മളെ ബക്കറ്റ് ചിക്കന് സൂപ്പറായിക്കണു. ആകെ ആദ്യം ആ കമ്പിമ്മ നമ്മൾ ചാടി, അത് മാത്രമേ ഉള്ളൂ, അത് ബന്ധുങ്ങാണ്ട് ചാടിയതാണെന്ന് തോന്നുന്നു. സംഭവം ഉസാറായിക്കണു, കരിഞ്ഞിട്ടൊന്നുമില്ല. എങ്ങനെയുണ്ട്? പൊളിയാ? നല്ല കറക്റ്റ് വേവ്. ഇതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റാണ്. കണ്ടുകൊണ്ടാ. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളി. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.